അവർക്ക് പിന്നെ എല്ലാവർക്കും ഓട്ടോഗ്രാഫ് ഒക്കെ സൈൻ ചെയ്യണം. പിന്നെ എല്ലാരും തിയേറ്റർ വിസിറ്റിന് പോകണം. ഭയങ്കര ബിസിയാണ് ആള് കേട്ടോ. ഞാൻ ആകെ എനിക്കുള്ളത് ഇത്തിരി അമ്പലത്തിൽ പോകുക, ഉത്സവം ഇനാഗ്രേറ്റ് ചെയ്യുക, ഓരോ സ്കൂളിലൊക്കെ പോവുക, ഇനാഗ്രേറ്റ് ചെയ്യുക, അത് ചെയ്യുക, പിന്നെ ഷൂട്ടായിട്ട് പോകുക, ചെന്നൈയിലൊക്കെ പോവുക. ഇത്രേ എനിക്കുള്ളൂ. അത് തീരെ ബിസി അല്ലാന്നാണോ പറയുന്നത്? ഒരു ദിവസം പോലും ദേവ് വീട്ടിലിരിക്കുന്നില്ല. രാത്രി ഒരു ഫ്ലൈറ്റേ ഉള്ളൂ ചെന്നൈക്ക് ഷൂട്ടിന്. പോവാണ്. എനിക്ക് നാളെ വരും. നെയ്മർ ആലോചിക്കൊക്കെ എന്തിരുന്നു പറയണേ? എന്നെ കുറിച്ച് എന്താണ് പറയാത്തെന്ന് വിചാരിക്കുമായിരിക്കും. നെയ്മർ സിനിമ നെസ്ലിനും മാത്യു ഒക്കെ എങ്ങനെയായിരുന്നു? അവരൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു സെറ്റില്? സത്യം പറയാലോ, നെയ്മറിന്റെ ആദ്യത്തെ സിനിമയിൽ തന്നെ സൂപ്പർ സീനിയേഴ്സ് ബിഗിനേഴ്സ് തൊട്ടുള്ളവരുടെ കൂടിയാണ് ഇവൻ അഭിനയിച്ചത്. നമ്മുടെ ഷമി തിലകൻ അങ്കിൾ, ജോണി ആന്റണി അങ്കിൾ, പിന്നെ വിജയരാഘവൻ അങ്കിൾ, മാത്യു ചേട്ടൻ, നസ്ലിൻ ചേട്ടൻ, ഇതൊക്കെ വേണം. പൊന്നിയിൻ സെൽവനിലുള്ള ഒരു അങ്കിൾ ഉണ്ടല്ലോ, ആ അങ്കിളുടെ ഒക്കെ കൂടെ പൊന്നിയിൻ സെൽവനില് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടല്ല. ഞാൻ നെസ്ലിനെ മാത്യുവിനൊക്കെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ കുറച്ച് കഥകൾ നെയ്മറിന്റെ കേട്ടായിരുന്നു. അപ്പൊ ദേവു ശരിക്കും ഇപ്പൊ സെറ്റിലെ നെയ്മറിന്റെ ഒരു നല്ലൊരു കഥ എന്താ ഓർക്കുന്നത്? ലൈക്ക് ബിഹൈൻഡ് ദ ക്യാമറ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടക്ക് നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി ഓർക്കുന്നുണ്ടോ? കൊറേ മെമ്മറീസ് ഉണ്ട്. ഇവന് എത്ര ഭയങ്കര 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 എനർജറ്റിക് ആണ്. രാത്രി 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും. ഇവന്റെ കൂടെ കൊറേ ഡോഗ്സ് ഒക്കെ ഉണ്ട്. ബട്ട് സെന്റർ ഓഫ് അട്രാക്ഷൻ നെയ്മറാണ്. ഓക്കേ അല്ലേ? നോക്കപ്പൻ ഏതെങ്കിലും ഷോട്ട് ഓർമ്മയുണ്ടോ ഇവന്റെ അടുത്തത് ദേവു കണ്ടത്? ഷോട്ട് ഇപ്പം കൊറേ ഇവനെ ട്രെയിൻ ചെയ്യുന്നത് പോലെ ഉണ്ട്. ഇവന്റെ കൂടെ കളിക്കുന്നതൊക്കെ ഉണ്ട്. അല്ലേ? ആള് ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആക്കോ? പിന്നല്ല, നമുക്ക് നാണം വരും. നമ്മള് കൊറേ ടേക്ക് എടുക്കുമ്പോ ഇവൻ ഒറ്റ ടേക്കിൽ തന്നെ റെഡി ആയിട്ട് നമ്മളെ നോക്കും. എന്താണ് 2 ടേക്കൊക്കെ എടുക്കുന്നത്? നാണമില്ലേ വേഗം തീർക്കാൻ അല്ലേ? നെയ്മർ എന്തെങ്കിലും പറയൂ. ഒറ്റ ടേക്കിലൊക്കെ ഓക്കെ ആക്കില്ലേ? യെസ്, ഞാൻ ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി ഗൈസ്. ഇവനെന്റെ മടിയിലൊക്കെ ഇരിക്കും, അതറിയോ? അതിന്റെ ഫോട്ടോ ചേച്ചി കഴിച്ചു തന്നിട്ടുണ്ടല്ലോ. പിന്നെ നിന്റെ വാല് പഴയതൊക്കെ ഇങ്ങോട്ട്. ഇതെന്താണ് അതിന്റെ ചെവിയൊക്കെ പിടിച്ച് വലിക്കണ? കണ്ടോ, ഇവൻ ഇത്ര നന്നായിട്ട് എന്റെ മടിയിൽ കിടന്നുറങ്ങും. ഇത് നോക്ക്, ദേവു നെയ്മറിന്റെ ചെവിയൊക്കെ. എനിക്കറിയില്ല നേരെ കാണാൻ പറ്റും. ചെവി പിടിച്ച് വലിച്ചോ ദേവു? ഇത് നോക്ക്. ഫോട്ടോഷൂട്ട് സെഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫോട്ടോഷൂട്ട് സെക്ഷൻ ഇരിക്കാൻ പാടായിരുന്നു നെയ്മർ? ഇല്ല, ഇവൻ പതുക്കെ കിടന്ന് ഉറങ്ങുമ്പോഴാണ് ചെയ്തത്. സെറ്റിൽ ആരെങ്കിലും പേടിച്ച ഓർമ്മയുണ്ടാ നെയ്മറിന്റെ എന്തെങ്കിലും? എല്ലാരും പെട്ടെന്ന് ഇണങ്ങിയോ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇവനെ മുടി പൊഴിയുന്നുണ്ട് അഡൾട്ട്ഹുഡിലോട്ട് പോകുന്നത് കൊണ്ട്. അതെ, നെയ്മറിന്റെ കുഞ്ഞു കുഞ്ഞു മുടികൾ കുഴപ്പമില്ല കേട്ടാ. എന്നെ മടി കിടക്കണോ? എന്നാ കിടത്തു. സ്റ്റാൻഡ് ബൈ. ചേട്ടാ ഭയങ്കര ഇവനൊന്ന് പിടിച്ചിരുത്തോ? എന്നെ കൊണ്ട് പറ്റൂല. അവന് ഇഷ്ടമല്ലാന്ന് തോന്നുന്നത്. വേണ്ട 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 ചേട്ടാ വേണ്ട, അവന് ഇഷ്ടപ്പെട്ടില്ല. വേണ്ട വേണ്ട വേണ്ട, അവിടെ ഇരുന്നോട്ടെ. അയ്യോ, അവൻ ഭയങ്കര. എനിക്കൊരു കഥയുണ്ട് പറയാൻ. ജീവൻ ചേട്ടാ, എനിക്ക് പേടിയാണ്. ഇതാണ് നിനക്ക് പേടിയില്ലെന്ന് പറഞ്ഞ? എന്നെയും കൂടെ പേടിപ്പിക്കാൻ. അതെന്താ ഇത്ര നേരം ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഇത്ര നേരം. നെയ്മർ പെട്ടെന്നൊന്ന് ആക്റ്റീവ് ആയതാ. നെയ്മർ ഇരിക്കൂ. ലാസ്റ്റ് ഞാനും നെയ്മറും ഒറ്റക്കായി ഗൈസ്. നെയ്മർ വരൂ, ഇവിടെ ഇരിക്കും. മലപ്പുറം കത്തി അമ്പും വെല്ലോ ദേ പോയി നിക്കണ ഇവിടെ. ഗുഡ് ബോയ്.
അവൻ ഭയങ്കര ആക്റ്റീവായി. നോക്ക് അവനെ. ഓ നമ്മടുത്ത് കുഴപ്പമില്ല. അവൻ ഇങ്ങനെ പേടിക്കല്ലേ ദേവു, വാ. സിറ്റൊക്കെ പറഞ്ഞേക്ക്, സിറ്റ് പറഞ്ഞേക്ക്. അവൻ ഇപ്പൊ കേൾക്കും, ഇപ്പൊ നന്നായിട്ട് കേൾക്കും. ആക്റ്റീവായിട്ട് ഇരിക്കുകയാണ്. ആക്റ്റീവ് ആകണ്ടവൻ. ഇരിക്ക്, വാ. സിറ്റ് സിറ്റ് അല്ല, നമ്മൾ സ്ട്രോങ് ആയിട്ട് പറയണം. സിറ്റ് 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 ബോയ് സിറ്റ്. ഗുഡ് ബോയ്. ഡൗൺ. ദേവു, വാ. വാ. ഇങ്ങനെ പേടിക്കല്ലേ, വാ. സ്റ്റേ ബോയ് സ്റ്റേ 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 സ്റ്റേ. സ്റ്റേ ആണ്, ഇനി നീ പറഞ്ഞു എഴുന്നേപ്പിച്ച് വിടല്ലേ. ഇല്ല, ഞാൻ സ്റ്റേ പറഞ്ഞാലേ അവൻ നിക്കുള്ളൂ. ആ ലീഷ് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് വന്നേ. പേടിക്കല്ലേ. ആ ലീഷ് ഇങ്ങോട്ട് വാ. കണ്ടോ നെയ്മർ, ദേവുന് വിഷമമായി. ഇപ്പൊ പേടിയായി. നേരത്തെ മടിയിലിരുത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയാം മടിയിൽ ഇരിക്കണ്ടാന്ന്. ഇങ്ങനെ പേടിക്കാതെടാ. എന്റെ കൈപ്പുൾ വിറയ്ക്കുന്നത്. എന്തിനാ എന്നെയും കൂടെ പേടിപ്പിക്കല്ലേ. എനിക്ക് ഇപ്പൊ മനസ്സിലായി ദേവൻ ഒറ്റക്കാക്കിട്ട് ഓടുന്ന്. നെയ്മർ ഇച്ചിരി ആക്റ്റീവ് ആയതല്ലേ, ഇങ്ങനെ പേടിക്കല്ലേ. ഇതുപോലൊരു അനുഭവമാണ് ഞാൻ ചോദിച്ചത് സെറ്റില്. ഇപ്പൊ മനസ്സിലായോ? അതൊക്കെ കൊറേ ഉണ്ടായിട്ടുണ്ട്. എന്റെ പറ, ഏതെങ്കിലും ഒരെണ്ണം പറ. കൊറേ പ്രാവശ്യം പേടിച്ചു ഓടിയിട്ടുണ്ട്. കൊറേ. ദേവ് ഫുഡ് കഴിക്കുമ്പോ നെയ്മർ വരുവോ? തന്നെ അടുത്ത് വരാറുണ്ടോ? ഫുഡ് കഴിക്കുമ്പം ഇവൻ വേറെ പ്രൈവറ്റ് സ്ഥലത്താണ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഓ, യൂണിവേഴ്സൽ ഹീറോ. എന്താണ് എന്താണ് നെയ്മർ എന്തോ കാര്യമായി കണ്ടിട്ടുണ്ട്. അയ്യോ, ദേവിന് ഇവിടെ ഇരിക്കണോ? വേണ്ട, കാര്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അപ്പൊ ഓടും. അയ്യോ, ഈ ഓടുന്ന കഥ പറഞ്ഞപ്പോഴാ. കഥ പറ. ഓക്കെ, അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പൺ ഫീൽഡ് വെച്ചത് ഇത്രയുണ്ട്, കൊറേ ഒരു വലിയ ഫീൽഡ് ഷൂട്ട് ചെയ്യാൻ. പഴിയാതെ ഈ ട്രെയിനർ ചേട്ടന്മാർ ഇവന്റെ ലീഷ് അഴിച്ചു വിട്ടു. ഒറ്റ ഓട്ടം 5 ട്രെയിനർ ചേട്ടന്മാര് ഓരോ 5 കോണറിൽ പോയി അവന് അപ്പുറത്തെ പറമ്പിൽ കിട്ടി. അവൻ ഓടിക്കളഞ്ഞ്. ഇപ്പം തന്നെ കണ്ടല്ലോ അവൻ എങ്ങനെ ഓടിയത്. അതെ, ഞാൻ നന്നായിട്ട് കണ്ടു. ഈ ചെങ്ങാൻ ഇവന്റെ അടുത്ത് വന്ന് ഇവൻ പേടിക്കുക വന്നിട്ട് ഇവൻ ചാടി തുള്ളി പോവും അല്ലേ. അതെന്താ നെയ്മർ അങ്ങനെ നോക്കിയത്? പുതിയ ആൾക്കാരെ കാണുമ്പോഴും സൗണ്ട് കേൾക്കുമ്പോഴൊക്കെയാണ് നെയ്മറിന് കുറച്ച് പേടിയുള്ളത്. അല്ലെങ്കിൽ ഇത്തിരി എടുത്തു നീ ഇങ്ങനെ വലിക്കല്ലേ. ചേച്ചി എടുത്തോട്ട് പോയിക്കാം. വേണ്ട ചേട്ടാ, ഇതിന് അങ്ങോട്ട് തിരിച്ചിരുത്തോ. ഓക്കെ, ഇപ്പൊ സാധാരണ ഇപ്പൊ സിനിമ ഡോഗ്സിനൊക്കെ വെച്ചിട്ട് സിനിമകളൊക്കെ നമ്മൾ കണ്ടേക്കുന്ന നല്ല ബ്രീഡിനെയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാ. അപ്പൊ ആദ്യമായിട്ടാണ് കൂടുതൽ ഇപ്പൊ ഈ നാടൻ ഒരു പട്ടീനെ വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു സിനിമ വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നോ സെറ്റിലായി? ശരിക്കും നമ്മള് ഇതിലൊരു കഥയിൽ തന്നെ ഒരു നാടനെയാണ് വേണ്ടത്. അപ്പൊ ഇതിലെല്ലാരും ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു. ഇവൻ ട്രെയിൻ ചെയ്യാനും കൊറേ നല്ല സീൻ ചെയ്യാനും. ബട്ട് ഇവൻ അടിപൊളിയായിട്ട് അതെല്ലാം ചെയ്തു. പിന്നെ നല്ലൊരു നാടൻ പട്ടിക്കുട്ടിയാണ് അല്ലേ നീ? ഇനി ശരിക്കും ഇത്രയും നാളും സെറ്റിൽ ഉണ്ടായപ്പോ അവര് ട്രെയിൻ ചെയ്യിക്കണേ കണ്ടതല്ലേ. അങ്ങോട്ട് തിരിച്ചിരുത്തിയിട്ട് ഡൗൺ പറ. ഓക്കെ, നെയ്മർ ക്ഷീണിച്ചു. ടച്ച്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ഇരുന്നോ. നെയ്മറിന്റെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പൊ എന്നാണ് കുറച്ചും കൂടെ വിശേഷങ്ങളൊക്കെ എന്നിട്ട് എന്താ പറയാത്തേ? ഇവനെ കുറിച്ച് ഇനി പറയണമെങ്കിൽ എല്ലാരും കൂടെ വേണ്ടി വരും. എന്നുവെച്ചാ അത്ര 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 അത്ര. ചേച്ചി വാടാ. ആരെയും പറയാ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണും. അപ്പൊ ഓക്കെ, ബൈ നെയ്മർ. താങ്ക് യു.